08 108. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. ആൻലിക്കുട്ടിയുടെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. ശിശുദിനത്തിനെ സംബന്ധിച്ചിട്ടാണ് പ്രോഗ്രാം വരുന്നത്. കുട്ടികൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആൻലിക്കുട്ടിക്ക് ഒരു പട്ടാളക്കാരിയുടെ കോസ്റ്റ്യൂമാണ് കൊടുത്തിട്ടുള്ളത്. ആൻലി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് എന്താ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എല്ലാ തവണയും കൊണ്ടുവിടുന്ന സമയത്ത് അവൾ കരയാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തവണ അറിയില്ല എന്താണ് അവളെ റിയാക്ഷൻ ഉണ്ടാവുകയെന്ന്. ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അവളുടെ സന്തോഷം നിങ്ങൾക്ക് അവളുടെ മുഖത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ കച്ച് താഴെയുണ്ട്. ലിജിയേട്ടനും ഒന്നിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനോട് വലിയ ഉപകാരമില്ല. ഞാൻ ഈ ഡ്രസ്സിൽ അവളെ ബസ്സിൽ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് പോവാണ് കേട്ടോ വേണ്ടത്. മുടി എന്തായാലും ഇത്ര നീറ്റായിട്ട് എന്തായാലും അവിടെ പോകുന്ന സമയം വരെ ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഒരു കോംബോ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് കോംബോ എടുത്തിട്ടാണ് പോകുന്നത്. അഥവാ എന്തെങ്കിലും വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കെട്ടിക്കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. സ്പോർട്സും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങും പിന്നെ പാസിംഗ് ബോളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൻലിക്ക് പാസിംഗ് ബോളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആക്ഷൻ സോങ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് കിട്ടിയില്ല. അവളെന്തായാലും പാടുന്നത് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അവളെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് പാടാൻ ഇഷ്ടമുണ്ടെങ്കിൽ പാടട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പാടട്ടെ എന്ന് കരുതി. കൃത്യം 9:30 പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ 8:45 ഞങ്ങൾ റെഡിയാവുന്നത്. ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ എത്തില്ല എന്ന് നോക്കി ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ട് അവിടെ പോയിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ എത്തുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല കേട്ടോ. മോള് ഒരുക്കി താഴോട്ടേക്ക് വീണിട്ട് പിന്നെ പതുക്കെ എനിക്ക് ഒരുങ്ങാലെന്ന് കരുതി. പിന്നെ കച്ചൂരി എന്തായാലും എൻ്റെ വീട്ടിലോട്ട് വിടണം, അമ്മേൻ്റെ കയ്യിൽ കൊടുക്കണം. രണ്ടുപേരെയും കൊണ്ടുപോകൽ എന്തായാലും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് ചെറിയാളെ ആക്കാമെന്ന് കരുതി. ഡ്രസ്സ് ഇട്ടതോടെ ആൻലിക്ക് പിന്നെ താഴെ പോയി എല്ലാവരെയും കാണിക്കാനുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ പോയാൽ മതി എന്നായി. ഡ്രസ്സ് ഞങ്ങൾ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 150 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. സല്യൂട്ട് അടിക്കേണ്ടതൊക്കെ ഇന്നലെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മയും അച്ഛനൊക്കെ കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എന്താവുന്നൊന്നും അറിയില്ല. ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള റെഡിയാകലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതൊരു ക്യാപ്പും പട്ടാളക്കാരുടെ ക്യാപ്പും വെച്ച് കൊടുത്ത് താഴോട്ടേക്ക് വിടുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും താഴെ പോയി എല്ലാവരെയും കാണിച്ചു കൊടുത്താൽ മതി എന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ സല്യൂട്ട് അടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സല്യൂട്ട് എങ്ങനെ അടിക്കേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ അവളെ മുടി കെട്ടി വെക്കുന്നത് കൊണ്ട് ക്യാപ്പ് ഇടയ്ക്ക് കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനായിരുന്നു ഇനി അവിടെ സ്റ്റേജിൽ കയറുമ്പോൾ അത് താഴോട്ടേക്ക് വീണ് പോകുമെന്ന്. പിന്നെ അവൾക്ക് ടെൻഷനാവും. അത് താഴോട്ടേക്ക് പോയിട്ട് പിന്നെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഇത് സല്യൂട്ട് അടിച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇത് അവിടെ പോയ എന്താ അവസ്ഥ എന്ന് അറിയില്ല. അങ്ങനെ ഞാനും പെട്ടെന്ന് റെഡിയായിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാപ്പൊക്കെ അയച്ച് കശ്മിക്കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുടിയുടെ അവസ്ഥ കണ്ടില്ലേ, ഇപ്പം തന്നെ മുടി മൊത്തം കെട്ടിയതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് റെഡിയായിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കാനായിട്ടൊന്ന് കടയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ അച്ഛനോട് ഒരു മുട്ടായും വാങ്ങിച്ചിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കച്ചുവിനെയും കൊണ്ടുവിട്ട് വേഗം സ്കൂളിലോട്ട് പോകണം. ലിജിയേട്ടൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോളെ കൊണ്ടുവിട്ട് പിന്നെ നേരത്തെ സ്കൂളിലോട്ട് പോവാണ്. പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഇത് ആൻലിക്ക് ഷൂസ് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടൗണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ആൻലിക്ക് ഷൂസൊക്കെ വാങ്ങിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഒരു വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റാനായിട്ട് ഞങ്ങളത് 2 കോക്ടെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 അല്ല 3 കോക്ടെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻലിക്കുട്ടി പിന്നെ കുറേ നേരത്തേക്ക് അത് പിടിച്ച് അവിടെ അങ്ങനെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും വേഗം കുടിച്ച് തീർത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കോക്ടെയിൽ. ക്ലാസ്സിന് പോയ ഇടയ്ക്ക് ഞങ്ങൾ നല്ല വിശപ്പുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതുതായിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യാനും വിട്ടുപോലെ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.